എന്താ ഒരു വിഷമം പോലെ. ഒരുപാട് സമയം എടുക്കുന്നു വരാൻ. അണ്ണന്റെ കലക്കൻ ഡ്രസ്സാണല്ലോ. അതെ, വൈറ്റും വൈറ്റ്. ഞാനും ഡെയിനും ഇവിടെ അണ്ണനൊക്കെ ഏകദേശം ഒരേ സ്റ്റൈലിലാണല്ലോ. പക്ഷെ വൈറ്റ് ഞാൻ മാത്രം. നിങ്ങൾ സെയിം മാച്ചിങ്. അല്ല, റിമിമോളുമായിട്ട് മാച്ചിങ് ഉണ്ട്. അതെ അതെ അതെ. ഉള്ളിലെ ടീഷർട്ട് ഞാനുമായിട്ടും. അണ്ണാ എന്തെങ്കിലും പറ. എനിക്ക് പുതിയ വാച്ചുണ്ട്. അതും വൈറ്റ് ആണല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും വൈറ്റ് വാച്ച്. ഓ എന്റെ എഫ് ജി സാറിന്റെ വാച്ച് ഇരട്ടപ്പറ്റ പോലെ ഇട്ടല്ലോ. സംഭവമൊക്കെ മാറി മറിഞ്ഞല്ലോ. ജീവിതമേ മാറിയല്ലേ. നാട്ടിൽ പോയിട്ട് എന്തായി? ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പം പല ആന്റിമാരുണ്ടായിരുന്നു. അവര് ഫോട്ടോ ഒക്കെ എടുത്തു. ആണോ? അയ്യോ, തിരിച്ചറിഞ്ഞു തുടങ്ങിയല്ലേ? മോന് വിഷമം തോന്നി. ചൂടായോ? എന്തിനാ എന്റെ ഫോട്ടോ എടുത്തെന്ന് ചോദിച്ചോട്ടെ. ഇല്ല, അതെന്നോട് അനുവാദം ചോദിച്ചിട്ടല്ലേ. അനുവാദം ചോദിച്ചു. ഒരു ഫോട്ടോ എടുത്തോട്ടെ സാർ നീ ചോദിച്ചോ? അതോ എങ്ങനെയാ ചോദിച്ചത്? അങ്ങനെയൊന്നുമല്ല. പിന്നെ ഫോട്ടോ എടുത്തോട്ടെ അണ്ണാന്ന് ചോദിച്ചു? അതോ ഫോട്ടോ എടുത്തോട്ടെ മോനെ? മോനെന്നോ? നീ സമ്മതിക്കരുത്. നിങ്ങളുടെ മോനാണോ ഉടനെ ചോദിക്കണ്ടേ? ഒരു പുരുഷനായിട്ട് നിക്കുന്ന ചോദിക്കുക മോനെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന്. തെറ്റായി പോയോടാ. പിന്നെ റാങ്ക്. അതെ, ഞാനൊരു ന്യൂസ് അറിഞ്ഞു. ആരോ പറഞ്ഞു ഗൾഫിൽ കൊണ്ടുപോയി പ്രോഗ്രാം ചെയ്യിക്കാന്ന് പറഞ്ഞു. പറഞ്ഞു പ്രതിഭട്ടൻ എന്റെ നാട്ടിലുള്ള. ആണോ? വിശ്വസിക്കാമോ? ശരിക്കും പറഞ്ഞാണോ? പറ്റിക്കപ്പെട്ടു പോരുത് കേട്ടോ. എനിക്ക് വേറെ ആർക്കും വിഷമം വന്നില്ലല്ലോ. എന്റെ ചങ്ക് തകർന്നു പോകും. പിന്നെ കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ ചങ്ക് തകരില്ലായിരുന്നു. ഈ വർഷം നീ എന്റെ കൺമുന്നിൽ ഇങ്ങനെ ഉണ്ടാവണം. ഒരിക്കലും നിന്റെ കൺമണിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുത് നീ. കൺമണിന്ന് എല്ലാരും നോക്കുക. നമുക്കൊരു ഫോട്ടോ കാണാം. സസ്പെൻസ്. അത് ശരി. അവന്റെ മോന്തയ്ക്ക് ചിരിയുണ്ടോ? അല്ല, അവന്റെ മുഖത്തുള്ള മുണപ്പ് കണ്ടോ? ഇവിടെ വെച്ച് യാതൊരു പരിചയമില്ലാത്ത പോലെ നിൽക്കുന്നു അല്ലേ? ഇങ്ങനെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും സന്തോഷത്തില് ഞാൻ ആദ്യമായിട്ടാ കാണണേ. നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടി? ഞങ്ങൾ മാത്രം സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അതെ, അതൊക്കെ കിട്ടി. ഇവിടെ ചാരന്മാരൊക്കെ ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വേറെ പറയല്ല, നമ്മുടെ ഷോയില് അണ്ണനൊന്നും വന്നില്ലെങ്കിൽ ഒരു മൂഡ് ഔട്ട് എല്ലാവർക്കും. എല്ലാവർക്കും അല്ല റിമിക്കുന്ന കാര്യം പറഞ്ഞാൽ എനിക്കുണ്ട്. എനിക്ക് ശരിക്കും ഉണ്ട്. കാരണം വന്നില്ലല്ലോ, കണ്ടില്ലല്ലോ. രണ്ടുപോലെ എന്റെ നാട്ടിൽ എല്ലാവരും പറയുന്ന റിമോളെ വെറുക്കണ്ട, റിമോളോട് അങ്ങനെയൊന്നും പറയണ്ടെന്ന്. പിരിയാനേ എല്ലാവർക്കും ഇഷ്ടല്ല ഞാൻ പിരിയുന്നു. നാട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. ഉറപ്പിച്ച് റിമിമോളുമായിട്ട് നീ പിരിയണ്ട, നീ കെട്ടിക്കോ. അല്ല, ആദ്യം പറഞ്ഞ കേട്ടില്ലേ വെറുക്കണ്ട. കുടുംബ പ്രശ്നമായി ഇതിപ്പോ. അങ്ങനെയല്ല, കാര്യമൊക്കെ ശരി. ഇത്രയും ഇവിടെ ഇപ്പൊ ഔദാബിന്ന് വന്നതേ ഉള്ളൂ. എന്തെങ്കിലും നിനക്ക് ഒരു തരി മുട്ടായി എങ്കിലും വാങ്ങിച്ചോണ്ട് വന്നു. അവന് കൊടുക്കുമ്പോ ഞാൻ മുട്ടായി ആയിട്ടല്ല കൊടുക്കുന്നത്. കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും. എന്നിട്ട് ഞാനൊരു പാട്ട് വെറുതെ പാടി. ഡ്രാമയില് മാത്രമേ ചേർന്ന് നിൽക്കുള്ളൂ. അതെ, നാടകശാലയിൽ ചേർന്ന് നിൽക്കും. പോരെ? അപ്പൊ എന്തായാലും 2025 ഒരു തീരുമാനത്തിലെത്തി അല്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.